നമ്മുടെ കയ്യിലുള്ള 2D ഇമേജിനെ 3D മോഡലിംഗിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. നമുക്കിവിടെ സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്കിവിടെ സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ആദ്യം ഇമേജ് അങ്ങ് അപ്ലോഡ് ചെയ്യാണ്. ഇതാണ് ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്തത്. ഈ ഇമേജ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ പോയിട്ട് സംസാരിക്കുകയാണ്. എനിക്കിതിനെ റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ ആക്കി മാറ്റണം. 3D ഫ്ലോർ പ്ലാൻ ആക്കി മാറ്റണം. ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയും പ്രോംപ്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ജനറേറ്റ് പ്രോംപ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ജെമിനി പോയിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. ഇവിടെ പോയിട്ട് ഞാൻ പ്ലസ് ബട്ടണിൽ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതേ ഇമേജ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. എന്നിട്ട് ഇവിടെ കോപ്പി കൊടുക്കുക. ഇവിടെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് ക്യാൻവയിൽ പോയിട്ട് നമുക്ക് ഇപ്പൊ കൊടുത്തേക്കുന്ന ഇമേജ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുക. ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ട് നമ്മൾ കൊടുത്ത ആ ഇമേജ് ഏതായിരുന്നു, നമുക്ക് കിട്ടിയ ഇമേജ് ഉണ്ട്, ഈ രീതിയിലേക്ക് എത്തി. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് കാണുകയും ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന 2D ഇമേജിനെ ഈ രീതിയിലേക്ക് 3D ഇമേജ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ഈ ഒരു ഇമേജിനെ നമുക്ക് ഇത് കണ്ടോ, നമുക്കിതിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കാനും കാര്യങ്ങളും പറ്റും. അപ്പൊ ആ 2D ഇമേജിൽ നിന്നും ഈ ഒരു 3Dയിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലയന്റിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുണ്ടോ, ഇത് നമുക്ക് ജെമിനിയിൽ കിട്ടിയ ഇമേജ് ആണ്. ഇതുണ്ട്, നമ്മൾ കൊടുത്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ ഇമേജിനെ നമുക്ക് ഇതിലേക്ക് ആക്കാൻ പറ്റില്ല. ഇതുണ്ട്, ഇതിപ്പോ നമ്മൾ ആ ലിവിംഗ് റൂമിന്റെ മാത്രം നമ്മൾ ക്യാറ്റ് ഫയലിലുള്ള ഇമേജ് എടുക്കുന്നു, ഇതേപോലെ കൊടുക്കും. അതപ്പോൾ നമുക്ക് കിട്ടിയാണ് റിയലിസ്റ്റിക് ഇമേജ് ആയിട്ട് കിട്ടി. ആ ഫാമിലി റൂം, അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം, പേരൻസ് റൂം, കിച്ചണ്, അതുപോലെ തന്നെ ഡൈനിങ് റൂം. അപ്പൊ ഏത് റൂം ആണെങ്കിലും ആ റൂം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ റിയലിസ്റ്റിക് 3D ആയിട്ട് നമുക്ക് എടുത്താൻ പറ്റും. ടോയ്ലറ്റ്, ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പുറത്ത് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇപ്പം നമുക്ക് റിയലിസ്റ്റിക് എക്സ്റ്റീരിയറിൽ ചെയ്യണമെങ്കിൽ ഇതേപോലെ എക്സ്റ്റീരിയറിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെ ഹാൻഡ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് സ്കെച്ചിനെ നമുക്ക് 3D മോഡലിംഗ് ആക്കാൻ പറ്റും. ഇതേപോലത്തെ ഡിസൈനുകൾ കൊടുത്തു കഴിഞ്ഞാൽ 3D മോഡലിംഗ് ആക്കാൻ പറ്റും. ഇതേപോലെ നമ്മുടെ എക്സ്റ്റീരിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ എക്സ്റ്റീരിയറിൽ കൊടുത്തതാണ്. അതുപോലെ ഹാൻഡ് സ്കെച്ച്, ഇപ്പൊ നിങ്ങൾ ആർക്കിടെക്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഹാൻഡ് സ്കെച്ച് കൺസെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹാൻഡ് സ്കെച്ചിനെ നമുക്ക് ഇതേപോലെ 3D മോഡലിംഗിലേക്ക് ആക്കാൻ പറ്റും. ഇതെല്ലാം ആ ഹാൻഡ് സ്കെച്ചിനെ നമ്മൾ 3D മോഡലിംഗിലേക്ക് ആക്കിയതാണ്. ഇത് നമ്മൾ ഹാൻഡ് സ്കെച്ചിനെ 3D മോഡലിംഗിലേക്ക് ആക്കിയാണ്. ഇതാണ് നമുക്ക് ആ ഡൈനിങ് ടേബിളും ചെയർ നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈനിങ് ടേബിളും ചെയർ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അവിടെ ആ ഡൈനിങ് ടേബിളും ചെയറിന്റെ സ്ഥാനത്ത് നമുക്കൊരു സോഫ വേണമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും ഉണ്ടോ ഇതുപോലെ സോഫ കിട്ടുന്ന രീതിയിലേക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വോയിസിലൂടെ പറഞ്ഞു എനിക്ക് ഈ കളർ വേണ്ട, എനിക്ക് റെഡ് കളർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ രീതിയിലേക്ക് കിട്ടി. അതുപോലെ നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ കൊടുത്തിട്ട് അതിനെ 3D മോഡലിംഗ് ആക്കാൻ പറഞ്ഞപ്പോൾ കണ്ടോ ഈ രീതിയിലേക്ക് കിട്ടി. രണ്ട് പില്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 3D മോഡലിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് വന്ന രീതിയിലേക്കാണ് വന്നത്. ഈ കാർ പോർച്ചിനെ കണ്ടോ 3D മോഡലിലേക്ക് ആക്കിയതാണ് ഇങ്ങനെ. വർക്ക് ഏരിയ ഇതേപോലെ ആക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നടുമുറ്റമുള്ളതിനെ അങ്ങനെ ആക്കാൻ പറ്റും. ഹാൻഡ് സ്കെച്ച് കൊടുത്തിട്ട് കണ്ടോ അടുക്കള എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഒരു ഫ്രിഡ്ജ് വേണം, ഇവിടെ ഒരു ഡോറ് വേണം, അതുപോലെ ഇവിടെ ഒരു ഡോറ് വേണം, ഇവിടെ എനിക്കൊരു വിൻഡോ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു. ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ്, ഇവിടെ സിങ്ക് വേണം. ഇത് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് വന്നതാണ് ഇതേപോലത്തെ ഇമേജ്. അപ്പൊ ഈ നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളും ഇതേപോലെ പേന കൊണ്ട് വരച്ചിട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് വരാൻ സാധിക്കും. ഇനിയിപ്പോ ഇത് കണ്ടോ ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടോ ഇവിടെ ഡോറ്, ഇവിടെ ചെയർ, ഇതേപോലത്തെ രീതിയിലേക്കുള്ള എന്റെ ഹാൻഡ് സ്കെച്ച് കൊടുത്തിട്ട് ഇവിടെ വിൻഡോയും കൊടുത്തിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതേപോലെ ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ഇതേപോലെ ഹാൻഡ് സ്കെച്ചിൽ വരച്ചു കഴിഞ്ഞാൽ അതിനെ 3D മോഡലിലേക്ക് ആക്കുക. എന്നിട്ട് ആ രീതിയിലേക്ക് ക്ലയന്റിനെ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുകൊണ്ട് എനിക്ക് വിൻഡോ വേണമെന്ന് പറഞ്ഞു, എനിക്കൊരു ടേബിൾ വേണമെന്ന് പറഞ്ഞു, എനിക്ക് റിമൂവ് ചെയ്യാൻ പറഞ്ഞ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എല്ലാം റിമൂവ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ആണ് ഇതിന്റെ പ്രത്യേകത. ഇതുണ്ടോ ഇതാണ് നമുക്ക് ടോയ്ലറ്റിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ രീതിയിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലയന്റിന് മനസ്സിലാകത്തില്ല, പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലേക്കെല്ലാം നമുക്ക് ഇമേജസ് എല്ലാം നമുക്ക് ഈ എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ടൂൾ വെച്ച് ചെയ്തപ്പോഴത്തേക്കുള്ള റിയൽ റിസൾട്ട് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതെല്ലാം നമുക്ക് റിയൽ റിസൾട്ട് ആയിട്ട് കാണുന്നുള്ളത്. ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്ന ഫയലാണ്. എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടിയ ഫയലാണ് കൊടുത്തേക്കുന്നത്.